ഈ ഹലാലിനെയും തയ്യീബിനെയും വിരക്ത ജീവിതത്തിൻ്റെ പേര് പറഞ്ഞ്, അതേപോലെ വറായിൻ്റെ പേര് പറഞ്ഞ് ചിലർ തീവ്രന്മാരാകുന്ന സ്വഭാവം, അത് ദീനിൻ്റെ വീക്ഷണകോണിൽ എതിർക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ തയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ എന്ന ആയത്തുകൾ ഇറക്കിയത് വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അനുവദിച്ചതിലെ വിശുദ്ധമായതിനെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കരുത് എന്ന് പറയുകയാണ്. നിങ്ങൾ അതിരുവിടരുത്, അതിരുവിടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നറിയിക്കുകയാണ്. അല്ലാഹു അന്നമായി കനിഞ്ഞതിൽ അനുവദനീയവും ഹലാൽ വിശിഷ്ടവും തയ്യിബ് നിങ്ങൾ തിന്നോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഈ ആയത്തിറങ്ങിയത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ കാണാം. തിരുസവിധത്തിലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഇദാ അസബ്തു ലഹ്മൻ തശർതു ലിന്നിസാ വ അഖദത്നി അശ്ശഹ്വതി ഫഹറംതു അലയ്യ ലഹം. തിരുദൂതരെ, ഞാൻ മാംസം കഴിച്ചാൽ സ്ത്രീകളിലേക്ക് വികാരഭരിതമാകുന്ന അവസ്ഥ വരികയാണ്, എന്നെ വികാരം പിടികൂടും. അതുകൊണ്ട് തന്നെ എനിക്ക് മാംസം ഹറംതു അലയ്യ ലഹം, മാംസം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിഷയത്തിലാണ് നമ്മൾ ഈ കേട്ട വചനം വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയത്. ഇതിനു മുമ്പത്തെ എപ്പിസോഡിൽ യൂസുഫ് ഇബ്നു മാഹിക് അൽ ഫാരിസിയുടെ ഒരു നിവേദനം നമ്മൾ കേട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ തന്നെ ഒരാൾ വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ എനിക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വിഷയം. ലൈസത്ത് അലൈക ബി ഹറാം, ഒരിക്കലും അവർ നിനക്ക് ഹറാമല്ല എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അയാളോട് പ്രതികരിച്ചത്. അവിടെ നടന്ന ആ സംഭാഷണം നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് അനുവദിച്ചതിനെ വിലക്കുക, നിഷിദ്ധമാക്കുക, അങ്ങനത്തെ പ്രവണത നമ്മുടെ ദീനിൽ പാടുള്ളതല്ല എന്നുള്ളതാണ്. സുഹുദിൽ ദുനിയാവ് ഖൽബിൽ ആഖിറത്തിനേക്കാൾ പരലോകത്തേക്കാൾ ഇടം കാണാൻ പാടില്ല എന്നുള്ളതാണ്. ദുനിയാവ് കയ്യിലാകാം, അത് സുഹുദിനെ ഹനിക്കുന്നില്ല. വറയിൽ ദുനിയാവിൽ ഉപദ്രവകരമായതിനെ വിഗണിക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. വറയിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചതിനെ അധികമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് അഭിഹിതമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നിഷിദ്ധങ്ങളിൽ നമ്മളെ വീഴ്ത്തും. അതുകൊണ്ട് അങ്ങനെ ഉപദ്രവകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെ വിട്ടൊഴിയുക, അതിൽ നിന്ന് അകന്നു കഴിയുക, അതാണ് വറ. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും ആസ്വാദ്യകരമാക്കിയതും പാടെ വിട്ടകലുക, ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദീനല്ല എന്ന് ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ബ്രഹ്മചര്യവും സന്യാസ ജീവിതവുമൊക്കെ വായിക്കുമ്പോൾ ബ്രഹ്മചാര്യന്മാർക്കും അതേപോലെ സന്യാസിമാർക്കുമൊക്കെയുള്ള സ്ഖലിതങ്ങളായ തെറ്റായ നിലപാടുകളും ജീവിത രീതികളും ഇസ്ലാമിൻ്റെ പേരിൽ പല ആളുകളും സൂഫികൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തുവാൻ കാരണമാകുന്നത്.